നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രത്തെ ആശ്രയിച്ചു കഴിയുന്ന പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും. സ്വദേശിവൽക്കരണം ഒരു ഭാഗത്ത് കുവൈറ്റ് കടുപ്പിക്കുമ്പോഴും മറുഭാഗത്ത് പ്രവാസികൾക്കായി ചെറിയ ആനുകൂല്യങ്ങളും ഇവർ നൽകുകയാണ്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഫീസ് ഉയർത്തണമെന്ന നിർദ്ദേശം വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരാകരിച്ചിരിക്കുകയാണ്. വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനയും മറ്റ് ചിലവുകളും പരിഗണിച്ച് ഫീസിൽ 10% വർധന വേണമെന്നാണ് മാൻ പവർ അതോറിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശമെന്നത്. ഒരു ഗാർഹിക തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഫീസ് 980 ദിനാർ ആക്കണം എന്നാണ് അതോറിറ്റി ആവശ്യപ്പെട്ടത്. എന്നാൽ കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റും മാതൃരാജ്യത്തെ വൈദ്യപരിശോധനയും മറ്റു ചിലവുകളും ഉൾപ്പെടെ 890 ദിനാറിലധികം റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കാൻ പാടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഫീസ് 1400 ദിനാർ വരെ ഉയർത്തണം എന്നാണ് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ആവശ്യപ്പെടുന്നത്. ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക്, വിദേശ രാജ്യങ്ങൾ നൽകേണ്ട റിക്രൂട്ട്മെന്റ് ഫീസ് വർധന തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് ഓഫീസുകൾ ഫീസ് വർധനയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അമിത ഫീസ് ഈടാക്കുന്നതായി സ്വദേശികളിൽ നിന്ന് നിരവധി പരാതി ഉയർന്നിരുന്നു. അമിത നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിൽ തന്നെ വാണിജ്യ മന്ത്രാലയത്തിന് 135 എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ domestic.workers@manpower.gov.kw എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.